ഫിലിപ്പൈൻസിൽ ഭൂചലനത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. ശക്തമായ ഭൂചലനമാണ് ഫിലിപ്പൈൻസിലുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.9 രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ 120 പേർക്ക് പരിക്കേറ്റു. 90,000-ഓളം ആളുകൾ വസിക്കുന്ന തീരദേശ നഗരമായ ബോഗോയിൽ നിന്ന് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം 17 കിലോമീറ്റർ മാറി വടക്കുകിഴക്കായാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയാണ് വ്യക്തമാക്കിയത്. ഫിലിപ്പൈൻസിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഭൂചലനത്തെ തുടർന്ന് വലിയ നാശനഷ്ടമുണ്ടായി. ബോഗോയിലാണ് കൂടുതലും നാശനഷ്ടമുണ്ടായത്. ബോഗോയിൽ 14ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഭൂചലനത്തെ തുടർന്ന് ഒരു മലയോര ഗ്രാമത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. ഒരു കൂട്ടം കുടിലുകൾ മണ്ണിനടിയിലായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ, റോഡുകൾ, ദാൻബന്തയിലെ കത്തോലിക്ക പള്ളി എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകുന്നതേയുള്ളൂവെന്നും അധികൃതർ വിലയിരുത്തി വരികയാണെന്നും സെബു ഗവർണർ പമേല ബാരിക്വാട്രോ പറഞ്ഞു. സ്ഥിതി നാം കരുതുന്നതിലും മോശമായിരിക്കാമെന്ന് ബാരിക്വാട്രോ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറഞ്ഞു. ഫിലിപ്പൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജി ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ പിന്നീട് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു.